ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ മധുരതയുടെയും സ്നേഹത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സഹജമായും വന്നു ചേരും എന്ന ഹോംവർക്കിൻ്റെ ഇന്നത്തെ വിഷയമാണ് തൻ്റെ വിശേഷതകളെ മനസ്സിലാക്കി അതിനെ കാര്യത്തിൽ ഉപയോഗിക്കൂ. ഇന്നത്തെ അവ്യക്ത സൂചന: ഈശ്വരീയ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഓരോ ആത്മാവിലും എന്തെങ്കിലും വിശേഷത തീർച്ചയായും ഉണ്ടാകുന്നു. തൻ്റെ വിശേഷതയെ മനസ്സിലാക്കി അവയെ കാര്യത്തിൽ ഉപയോഗിക്കൂ. മധുരതയുടെ ഗുണം, സ്നേഹത്തിൻ്റെ ഗുണം, അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അവയെ കാര്യത്തിൽ ഉപയോഗിക്കണം. എങ്കിൽ മറ്റെല്ലാ ഗുണവും സഹജമായും വന്നു ചേരും. ലോഹം പവിഴവുമായി ചേർന്ന് പവിഴമാകുന്നത് പോലെ താങ്കളുടെ സംഘം കൈപ്പുള്ളവരെയും മധുരമാക്കി തീർക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. നമ്മളെല്ലാവരുടെയും പരിധിയില്ലാത്ത പരിവാരമാണ്. മുഴുവൻ വിശ്വത്തിലും അനേക ഭാഷ, അനേക രാജ്യം, അങ്ങനെ അനേകതയിലും എല്ലാവരും ഒരൊറ്റ കുടുംബത്തിലുള്ളവരാണ്. ബാബ പറഞ്ഞിരുന്നു, എല്ലാവരും നല്ല വലിയ പരിവാരത്തിലുള്ളവരാണ്, ശ്രേഷ്ഠമായ പരിവാരത്തിലുള്ളവരാണ്. ഓരോ ആത്മാക്കളും വിശേഷ ആത്മാക്കളുമാണ്. ഞാൻ ശാന്തിവനിൽ പോകുന്ന സമയത്ത് മധുബനിൽ ഓരോ സഹോദരന്മാർ ഓരോ ഗ്രൂപ്പ് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഓരോ സഹോദരിമാരും കൊണ്ടുവരുന്ന ഗ്രൂപ്പിലുള്ളവരുടെ പേരും അതുപോലെ അവരുടെ വിശേഷതയും ഒരുമിച്ച് പറയാറുണ്ട്. വിശേഷ ടോളി ആരേത് സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും സേവാധാരികൾ ഓരോ സേവാ കേന്ദ്രത്തിൽ എന്തെല്ലാം പാഠങ്ങൾ പഠിക്കുന്നു. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ പോലും എന്തെങ്കിലുമെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മുടെ പരിവാരവുമാണ്, അതുപോലെ പ്രസ്ഥാനവുമാണ്, അതുപോലെ യൂണിവേഴ്സിറ്റിയുമാണ്. ഇതൊരുമിക്കുമ്പോൾ എല്ലാവരും വോളണ്ടിയേഴ്സാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരും തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം സ്വ ഇച്ഛ അനുസരിച്ചാണ് പ്രയോഗിക്കുന്നത്. ഫിക്സഡ് അല്ല, ഞാൻ ഇത്ര ദിവസം ചെയ്യും, അവർ അത്ര ദിവസം ചെയ്യുമെന്ന്. ലോകത്തിൽ സാലറി ലഭിക്കുമല്ലോ. ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും വേറെ സാലറി ലഭിക്കും. എന്നാൽ ഇവിടെ ബാബയുടെ പരിവാരത്തിൽ സേവനം ചെയ്യുന്നവർ 365 ദിവസവും സേവനം ചെയ്യുന്നവരാണ്. അവർക്ക് പേയ്മെൻ്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ബാബയുടെ ഭണ്ഡാരത്തിൽ അവർ സഹയോഗം കൂടുതൽ നൽകുകയാണ് ചെയ്യുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും സേവ ചെയ്തുകൊണ്ട്. ഇതിലൂടെ നമ്മുടെ മുഴുവൻ പ്രസ്ഥാനത്തിലും സഫലത മാത്രമല്ല, അതനുസരിച്ച് ലാഭവും കൂടിയുണ്ട്. ഇതിലൂടെ നമ്മുടെ ആത്മീയ സമ്പാദ്യവും ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും സേവാധാരികളാണ്. ബാബയുടെ വീട്ടിൽ അഥവാ പരിവാരത്തിൽ ജീവിക്കുന്നവർക്കും കഴിക്കാനും കുടിക്കാനും അങ്ങനെ പല ചിലവുകളുമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്നവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ശമ്പളമാണ് നൽകേണ്ടി വരിക. ഇന്ന് ബാബ പറയുന്നത് ഓരോരുത്തരും അടങ്ങിയിരിക്കുന്ന വിശേഷതകൾ മനസ്സിലാക്കണം. ഒരുപാട് വയസ്സായ വൃദ്ധരായ അമ്മമാരാണ് ചപ്പാത്തി എല്ലാം പരത്താനിരിക്കുന്നത്. എത്ര സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങളിൽ അവർ ബിസി ആയിട്ടിരിക്കുന്നു. വിശേഷതകളിലും 2 പ്രകാരത്തിലുള്ള വിശേഷതയുണ്ട്. ഒന്ന് കല, രണ്ടാമത് ഗുണം. ബാബ എപ്പോഴും മധുരതയുടെ ഗുണത്തെക്കുറിച്ച് പറയുമല്ലോ. പവിഴത്തിന് സമാന സ്ഥിതി ചെയ്യണമെന്ന്. അവരുടെ കൂട്ടുകെട്ടിലൂടെ എത്ര ഇരുമ്പുള്ള ആളുകൾ പോലും, ഇരുമ്പിന് സമാനമുള്ളവർ പോലും പവിഴത്തിന് സമാനമാകും. ചിലർ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ മിടുക്കരാണ്. ഓരോരുത്തരിലും ഓരോ വിശേഷതയുണ്ട്.
ഈ മുഴുവൻ പരിധിയില്ലാത്ത യജ്ഞത്തിലും പരിധിയില്ലാത്ത സേവനം നമുക്ക് ചെയ്യണം. നമ്മളിൽ എന്ത് വിശേഷതയുണ്ടോ, അതായത് നമ്മുടെ ചിന്ത പോലും പരിധിയില്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. എല്ലാം പരിധിയില്ലാത്ത രീതിയിൽ ഉപയോഗിക്കണം. അതിനാൽ തൻ്റെ വിശേഷതയെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കാര്യത്തിൽ ഉപയോഗിക്കണം. എന്നിൽ എന്ത് ഗുണമാണുള്ളത്, എന്നിൽ എന്ത് കാര്യകുശലതയാണുള്ളത്, സ്കിൽസാണുള്ളത്, ഗുണങ്ങളാണുള്ളത്, രണ്ടും നോക്കണം. രണ്ട് പ്രകാരത്തിലുമുള്ള സഹയോഗമാണ് രണ്ടിലൂടെ ലഭിക്കുന്നത്. അതിനാൽ ഈശ്വരീയ പരിവാരത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഓരോ ആത്മാക്കളിലും എന്തെല്ലാം വിശേഷതകൾ ഉണ്ടെന്നുള്ളത് നോക്കൂ. അത് ആവശ്യമുണ്ടാവുക തന്നെ ചെയ്യും. വിശേഷതകൾ തൻ്റെ വിശേഷതയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കാര്യത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ ഒരു സഹോദരിയുണ്ട്, ആര് കോഴ്സിന് വന്നോ അവരെ മനസ്സിലാക്കി അവരുടെ വിശേഷതയെ സേവനത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ലഭിക്കണം. അവരുടെ വിശേഷതയെ മനസ്സിലാക്കി കാര്യത്തിൽ ഉപയോഗിക്കണം. മധുരതയുടെ ഗുണം, സ്നേഹത്തിൻ്റെ ഗുണം എന്തൊക്കെയാണ് സ്വയത്തിലുള്ളത്, അതിനെ നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കണം. അങ്ങനെയെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സഹജമായും വന്നു ചേരും. എങ്ങനെയാണോ ഇരുമ്പ് പവിഴത്തിന് സമീപത്തിരിക്കുമ്പോൾ അതിന് സമാനമാകുന്നത്, അതേപോലെ തൻ്റെ കൂട്ടുകെട്ടിലൂടെ എത്ര കയ്പുള്ളവരെയും മധുരമാക്കി മാറ്റണം. ഏത് രീതിയിൽ നമ്മോട് സംസാരിച്ചാലും താങ്കൾ വളരെ ആദരവോടെ ക്ഷമയോടെ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് താങ്കളുടെ പ്രഭാവം ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇവർ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്കെന്തിനു മധുരമായി സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ പരിവർത്തനം ഉണ്ടാവില്ല. അതിനാൽ എനിക്ക് എൻ്റെ ഗുണത്തെ അഥവാ മധുരതയെ പെരുമാറ്റത്തിലും സംബന്ധ സമ്പർക്കത്തിലും ഉപയോഗിക്കുക തന്നെ വേണം. താങ്കൾ യജ്ഞത്തെ പ്രതിയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാത്മാവിനെ പ്രതി മാത്രമല്ല താൻ ചെയ്യുന്നത്. അതിനാൽ ബാബ പറയുന്നത് തൻ്റെ വിശേഷതയെ മനസ്സിലാക്കിക്കൊണ്ട് സേവനത്തിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് വളരെയധികം ആവശ്യം തന്നെയാണ്. ഓം ശാന്തി.